നമസ്കാരം, മീഡിയ സ്റ്റവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സൗദി അറേബ്യ പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു. റിയാദിലെ ഡീപ്പോർട്ടേഷൻ സെന്ററിൽ പ്രത്യേക കൗണ്ടർ തുടങ്ങി. അംബാസഡറുടെ നേതൃത്വത്തിലുള്ള എംബസി സംഘം സൗദി പാസ്പോർട്ട് വിഭാഗവുമായി ചർച്ച നടത്തി. ഒമാനിലെ റോഡുകൾ അപകടാവസ്ഥ കുറഞ്ഞതും സുരക്ഷിതവുമെന്ന് സർവേ ഫലം. അശ്രദ്ധമായ ഡ്രൈവിംഗും അമിത വേഗതയും റോഡുകൾ കുറഞ്ഞു. സർവേ നടത്തിയത് ഒമാൻ റോഡ് സേഫ്റ്റി മോണിറ്റർ. സിൽക്ക് സിറ്റി പദ്ധതി കുവൈത്തിൽ 2 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അമീരി ദിവാൻ കാര്യമന്ത്രി. പദ്ധതി 5 ദ്വീപുകളെ പരസ്പരം ബന്ധിപ്പിക്കും. പദ്ധതി പ്രവർത്തനക്ഷമമായാൽ പ്രതീക്ഷിക്കുന്ന പ്രതിവർഷ വരുമാനം $35 മില്യൺ. കരിപ്പൂർ വിമാനത്താവളത്തിൽ DGCA എയർപോർട്ട് അതോറിറ്റി സംയുക്ത പരിശോധന. വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ റൺവേ സജ്ജമാണോ എന്ന് പരിശോധിച്ചു. ഉന്നത സംഘത്തിന്റെ സന്ദർശനം മുഖ്യമന്ത്രി സിവിൽ ഏവിയേഷൻ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നു. മീഡിയ സ്റ്റവറിലേക്ക് വിശദമായി. സൗദി അറേബ്യ പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് അധികൃതർ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു. ഇതിന്റെ ഭാഗമായി റിയാദിലെ ഡിപ്പോർട്ടേഷൻ സെന്ററിൽ ഇന്ത്യക്കാർക്കായി പ്രത്യേക കൗണ്ടർ ആരംഭിച്ചു. അംബാസഡർ അഹമ്മദ് ജാവേദിന്റെ നേതൃത്വത്തിൽ എംബസി സംഘം ഡിപ്പോർട്ടേഷൻ സന്ദർശിച്ച സൗദി പാസ്പോർട്ട് വിഭാഗം ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. പൊതുമാപ്പ് ആനുകൂല്യം ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യക്കാർക്ക് ഷുമേസിയിലെ ഡിപ്പോർട്ടേഷൻ സെന്ററിലാണ് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയത്. യാത്രാരേഖകളുള്ള ഇന്ത്യക്കാർക്ക് ഈ കേന്ദ്രത്തിൽ നിന്ന് 1 മണിക്കൂറിനകം നടപടികൾ പൂർത്തീകരിക്കാനാകും. ഇന്ത്യൻ എംബസിയുടെ അപേക്ഷ പരിഗണിച്ചാണ് പുതിയ സൗകര്യം ഒരുക്കിയതെന്ന് കേണൽ ഉസ്മാൻ അബ്ദുള്ള അൽ ഖുറൈശി വ്യക്തമാക്കി. بعد ما يحصل الوافد على الوثيقة من السفارة الهندية يقوم بالحضور لدينا وخلال ممكن ساعة أو أقل من ساعة يتم التشييك له بالجهاز. ഇന്ത്യൻ അംബാസഡർ അഹമ്മദ് ജാവേദിന്റെ നേതൃത്വത്തിൽ എംബസി സംഘം ഡിപ്പോർട്ടേഷൻ സെന്റർ സന്ദർശിച്ച് സേവനങ്ങൾ വിലയിരുത്തി. പുതിയ സൗകര്യം കൂടുതൽ ഇന്ത്യക്കാർക്ക് എളുപ്പത്തിൽ രാജ്യത്തിന് പുറത്തു പോകാൻ വഴി തുറക്കുമെന്ന് അംബാസഡർ അഹമ്മദ് ജാവേദ് പറഞ്ഞു. And I'm sure that it will benefit the community in making full and complete use of this amnesty which has been offered by the Saudi government, which we are appealing again and again to our community members to avail of in its fullest capacity. പൊതുമാപ്പ് 2ാം മാസത്തിലേക്ക് കടന്നതോടെ ഇന്ത്യക്കാർക്ക് സൗദി അറേബ്യ കൂടുതൽ സേവനങ്ങളാണ് ഇവിടെ ഒരുക്കിയത്. റിയാദിലെ ഡിപ്പോർട്ടേഷൻ സെന്ററിൽ നിന്ന് KCM അബ്ദുള്ള, മീഡിയ 1. ഒമാനിലെ റോഡുകൾ പൊതുവെ അപകടാവസ്ഥ കുറഞ്ഞതും സുരക്ഷിതവുമെന്ന് സർവേ ഫലം. ടെയിൽ ഗേറ്റിംഗ്, അശ്രദ്ധമായ ഡ്രൈവിംഗ്, പെട്ടെന്ന് ലൈൻ മാറൽ, അമിത വേഗത തുടങ്ങിയവ ഒമാൻ റോഡുകളിൽ കുറഞ്ഞതായും വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ഡ്രൈവിംഗ് ശീലങ്ങളെക്കുറിച്ച് നടത്തിയ ഒമാൻ റോഡ് സേഫ്റ്റി മോണിറ്റർ എന്ന സർവേ ഫലം അഭിപ്രായപ്പെടും. ഒമാൻ ഖത്തർ ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടി യുഗോവാണ് സർവേ നടത്തിയത്. പങ്കെടുത്ത 59% ഡ്രൈവർമാരും കഴിഞ്ഞ 6 മാസത്തിനിടെ ഒരിക്കലെങ്കിലും പരമാവധി വേഗതയായ 120 കിലോമീറ്ററിൽ വാഹനം ഓടിച്ചിട്ടുണ്ട്. 10% പേരാകട്ടെ നിയമപ്രകാരമുള്ള വേഗതാപരിധി നിരവധി തവണ മറികടന്നു. ഒമാനിലെ റോഡ് സൗകര്യം മെച്ചപ്പെട്ടതായി അഭിപ്രായപ്പെട്ടത് 81% പേരാണ്. 36% പേരുടെ അഭിപ്രായത്തിൽ അപകടകരമായ ഡ്രൈവിംഗ് ഏറെ വർദ്ധിച്ചു. 121നും 140 കിലോമീറ്ററിനിടയിൽ വാഹനമോടിച്ചതായി 33% പേർ അഭിപ്രായപ്പെട്ടു. 160 കിലോമീറ്റർ വരെ വേഗതയെടുത്തവർ 14% പേരാണ്. 161 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ വരെ വേഗതയെടുത്തവരുമുണ്ട് 12% പേർ. മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഈ വർഷത്തിലെ ആദ്യ 3 മാസങ്ങളിൽ വാഹനാപകടങ്ങളുടെ എണ്ണത്തിലുണ്ടായത് 28.8% കുറവാണ്. മീഡിയ 1, മസ്കത്ത്. കുവൈത്തിലെ ഷുവൈഖ് തുറമുഖത്ത് നിന്ന് പരിശോധന കൂടാതെ കണ്ടെയ്നറുകൾ പുറത്തേക്ക് കടത്തിയ സംഭവത്തിൽ പാർലമെന്റ് സമിതി തെളിവെടുപ്പ് പൂർത്തിയാക്കി. അന്തിമ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം സമർപ്പിക്കുമെന്ന് പാർലമെന്ററി സമിതി അംഗം വലീദ് തബ്തബായി MP വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തബ്തബായി ഉൾപ്പെടെ 5 MPമാരടങ്ങുന്ന പാർലമെന്ററി സമിതിയെയാണ് കണ്ടെയ്നർ കാണാതായ സംഭവത്തിൽ തെളിവെടുപ്പ് നടത്തുന്നതിനായി നിയോഗിച്ചത്. ഇതുവരെ നടത്തിയ തെളിവെടുപ്പുകളുടെ അടിസ്ഥാനത്തിൽ സംഭവത്തിലെ യഥാർത്ഥ ഉത്തരവാദി ആരെന്ന കാര്യത്തിൽ കൃത്യമായ നിഗമനത്തിലെത്താൻ സമിതിക്ക് കഴിഞ്ഞിട്ടില്ല. കസ്റ്റംസ് വിഭാഗം മാത്രമാണ് ഉത്തരവാദിയെന്ന് സമിതിയിലെ ചില അംഗങ്ങൾ അഭിപ്രായപ്പെട്ടപ്പോൾ 1ലേറെ വകുപ്പുകൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം. കഴിഞ്ഞ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് തൊട്ടുമുമ്പാണ് ഷുവൈഖ് തുറമുഖത്ത് നിന്ന് 14 കണ്ടെയ്നറുകൾ കസ്റ്റംസ് നടപടികൾ പൂർത്തിയാക്കാതെ പുറത്തേക്ക് കടത്തിയത്. തുറമുഖ ജീവനക്കാരിൽ ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തിയതോടെയാണ് സംഭവം വിവാദമായത്. തുടർന്ന് കസ്റ്റംസ് മേധാവിയെ ജോലിയിൽ നിന്ന് മാറ്റുകയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന് പുറമെ പാർലമെന്റ് തലത്തിലും അന്വേഷണത്തിന് സമിതിയെ ചുമതലപ്പെടുത്തുകയുമായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ കളിക്കോപ്പുകളും മദ്യവും അടങ്ങിയ 2 കണ്ടെയ്നറുകൾ മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. ഈ സംഭവത്തിൽ 2 മലയാളികൾ ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മീഡിയ 1, കുവൈറ്റ് സിറ്റി.
റമദാന് മുന്നോടിയായി അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. 150ഓളം ഉൽപ്പന്നങ്ങൾക്ക് 20 മുതൽ 35% വരെ വില കൂട്ടാൻ സഹകരണ സംഘങ്ങൾ നീക്കം ആരംഭിച്ചതായി അൽ ഷാഹിദ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. റമദാനിൽ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബർ മുബാറക് അൽ ഹമദ് അൽ സബാഹിന്റെ നിർദ്ദേശമനുസരിച്ച് വാണിജ്യ വ്യവസായ മന്ത്രാലയവും വിവിധ സർക്കാർ വകുപ്പുകളും സംയുക്ത യോഗം ചേർന്ന് നടപടികൾ ആസൂത്രണം ചെയ്തു വരുന്നതിനിടെയാണ് സഹകരണ സംഘങ്ങൾ വില വർദ്ധിപ്പിക്കുമെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. 150ഓളം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിനു പുറമെ 5000ഓളം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കൂട്ടാൻ സഹകരണ സംഘങ്ങളുടെ കൂട്ടായ്മയായ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി യൂണിയൻ പ്രത്യേക വിപണന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ജമ്യകളിൽ വില വർദ്ധിക്കുന്നത് പൊതുവിപണിയിലും വിലക്കയറ്റമുണ്ടാകാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റമദാനിൽ ആടുമാടുകൾക്ക് വില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ലൈവ് സ്റ്റോക്ക് കമ്പനി ഉടമകൾ സമർപ്പിച്ച നിവേദനം സർക്കാർ നേരത്തെ നിരാകരിച്ചിരുന്നു. വിപണിയിലെ ആടുമാടുകളുടെയും മാംസോൽപ്പന്നങ്ങളുടെയും ശേഖരം സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ വാണിജ്യ വ്യവസായ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. റമദാന് മുന്നോടിയായി വിപണിയിൽ കൃത്രിമക്ഷാമം ഉണ്ടാക്കുന്നവരെ കണ്ടെത്താൻ നിരീക്ഷണം ശക്തമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കരിപ്പൂർ വിമാനത്താവളത്തിൽ DGCAയുടെയും എയർപോർട്ട് അതോറിറ്റിയുടെയും സംയുക്ത സംഘം പരിശോധന നടത്തി. വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ റൺവേ സജ്ജമാണോ എന്ന് പരിശോധിക്കാനായിരുന്നു സന്ദർശനം. DGCA ജോയിന്റ് ഡയറക്ടർ JS റാവത്ത്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ JP അലക്സ്, SK ബിശ്വാസ് എന്നിവരാണ് കരിപ്പൂർ വിമാനത്താവളം സന്ദർശിച്ചത്. റൺവേ, എയർ ട്രാഫിക് കൺട്രോൾ, ഓപ്പറേഷൻ വിഭാഗം തുടങ്ങിയവയിൽ സംഘം പരിശോധന നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 18-ന് ന്യൂഡൽഹിയിലെത്തി സിവിൽ ഏവിയേഷൻ മന്ത്രി അശോക് ഗജപതി രാജുവിനെ സന്ദർശിച്ചിരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ അനുമതി നൽകണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര പരിശോധനാ സംഘം എത്തിയത്. കേന്ദ്ര സംഘത്തിന് പരിശോധനയിൽ ബോധ്യപ്പെട്ട കാര്യങ്ങൾ അടുത്ത ദിവസം തന്നെ വ്യോമയാന മന്ത്രാലയത്തെ അറിയിക്കും. അനുകൂലമായ റിപ്പോർട്ടാണ് ഈ സംഘം സമർപ്പിക്കുന്നതെങ്കിൽ കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ തിരിച്ചെത്തും. കരിപ്പൂരിൽ റൺവേ വികസനത്തിനായി സ്ഥലമെടുപ്പ് വേഗത്തിലാക്കാൻ റവന്യൂ അധികൃതർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീഡിയ 1 മലപ്പുറം. ദുബൈയിൽ തുടരുന്ന അറബ് ട്രാവൽ മാർക്കറ്റ് വ്യാഴാഴ്ച സമാപിക്കും. മേളയിൽ പങ്കെടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും മികച്ച യാത്രാ വിനോദസഞ്ചാര മേളയെന്ന നിലയ്ക്ക് വൻ തിരക്കാണ് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ അനുഭവപ്പെടുന്നത്. ദുബൈ വേൾഡ് ട്രേഡ് സെന്ററിൽ നൂറുകണക്കിന് സ്ഥാപനങ്ങളാണ് തങ്ങളുടെ പുതിയ വികസന പദ്ധതികളും സംരംഭങ്ങളും ആവിഷ്കരിച്ചിരിക്കുന്നത്. വൻകിട വിമാന കമ്പനികൾ മുതൽ താരതമ്യേന ചെറിയ ടൂറിസം സ്ഥാപനങ്ങൾ വരെയും മേളയിൽ അണിനിരക്കുന്നു. ട്രാവൽ മേഖലയിൽ ആളുകൾക്ക് മികച്ച സംവിധാനങ്ങൾ ഒരുക്കാനുള്ള നീക്കത്തിന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് കോസ്മോസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജമാൽ അബ്ദുൽ നാസർ പറഞ്ഞു. ഇന്നിപ്പോൾ ഒരു ട്രാവൽ ഏജൻസി ഓഫ് ദിസ് റീജിയൻ ഡസ് നോട്ട് ഹാവ് ടു ഗോ ടു ITB WTM അങ്ങനെയുള്ള വെന്യൂവിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം അതിനേക്കാളും മോസ്റ്റ് പോപ്പുലർ ക്രൗഡ്, ക്വാളിറ്റി ക്രൗഡ്, സീരിയസ് ബിസിനസ് പീപ്പിൾ ആർ ഹിയർ. സോ വി ലുക്ക് every year on year our participation is increasing. ആത്മീയ ടൂറിസത്തിന്റെ സാധ്യതകൾ വിജയകരമായി പൂർത്തീകരിക്കുന്നതാണ് സൗദിയിലെ മക്കാരിം ഹോട്ടൽ ശൃംഖല. പുണ്യഭൂമിയിലെ ഹോട്ടൽ പദ്ധതികൾക്ക് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ മികച്ച പ്രതികരണം ലഭിക്കുന്നതായി മക്കാരിം കോർപ്പറേറ്റ് മാർക്കറ്റിംഗ് മാനേജർ അബ്ദുല്ല അഹമ്മദ് ബക്കർമാൻ വ്യക്തമാക്കി. മക്കാരിം ഹോട്ടൽ ഇറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ബേസ്ഡ് ഇൻ സൗദി അറേബ്യ, owned and designed by Door Hospitality to operate in the two holy cities, Mecca and Medina. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും പശ്ചിമേഷ്യയുടെ വൻ വികസന സാധ്യത കൂടിയാണ് ഇക്കുറി അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് വരച്ചിടുന്നത്. മീഡിയ 1 ദുബൈ. റിയാദിന്റെ വിവിധ ഭാഗങ്ങളിൽ 25 മോഷണങ്ങൾ നടത്തിയ കേസിലെ 8-അംഗ സംഘം പിടിയിലായതായി പോലീസ് വക്താവ് ഫഫാസ് അൽമൈമാൻ വ്യക്തമാക്കി. ഇതിൽ 6 പേർ സ്വദേശികളും 2 പേർ നുഴഞ്ഞുകയറ്റക്കാരുമാണ്. ഈ രാജ്യത്ത് തങ്ങുന്ന വിദേശികളുമാണ്. കടകളും വാഹനങ്ങളും കുത്തി തുറന്ന് മോഷ്ടിക്കുക, വഴിയാത്രക്കാരായ വിദേശികളെ കൊള്ളയടിക്കുക എന്നിവ പതിവാക്കിയിരുന്നു. ഇതിൽ പലതും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച പരാതിയെ തുടർന്ന് ആസൂത്രിതമായി നടത്തിയ ശ്രമത്തിലൂടെയാണ് പ്രതികളെ പിടികൂടിയതെന്ന് പോലീസ് വക്താവ് അറിയിച്ചു. ഖത്തറിലെ മലയാളി ചിത്രകാരന്മാരുടേതുൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്നുള്ള 30ഓളം കലാകാരന്മാർ നടത്തിവന്ന ചിത്രപ്രദർശനം സമാപിച്ചു. ഖത്തർ ഫൗണ്ടേഷൻ റിക്രിയേഷൻ സെന്ററിലാണ് ടൈം പാസിംഗ് എന്ന തലക്കെട്ടോടെ പ്രദർശനം ഒരുക്കിയത്. ഇന്റർനാഷണൽ ആർട്ടിസ്റ്റ് ഓഫ് ദോഹ എന്ന സംഘടന വർഷങ്ങളായി ഖത്തറിൽ നടത്തിവരുന്ന ചിത്രപ്രദർശനത്തിന് ഇത്തവണ വിഷയമായത് ടൈം പാസിംഗ് എന്നതാണ്. ഖത്തർ ഫൗണ്ടേഷൻ റിക്രിയേഷൻ സെന്ററാണ് 10 ദിവസം നീണ്ടുനിന്ന പ്രദർശനത്തിന് വേദിയായത്. This exhibition is about time passing. All the exhibition here is about time passing. ഒരേ വിഷയത്തിൽ പല രാജ്യക്കാരായ 30ഓളം ചിത്രകാരന്മാർ ചേർന്നൊരുക്കിയ പ്രദർശനത്തിന്
മഴവിൽ ചന്തം പകർന്നത് ദേശാന്തര ശൈലികളിലും ചിത്രസങ്കേതങ്ങളിലുമുള്ള വൈവിധ്യങ്ങൾ തന്നെയാണ്. ഇവരിൽ മലയാളികളടക്കം 9 പേർ ഇന്ത്യൻ ചിത്രകാരന്മാരാണ്. 30 ആർട്ടിസ്റ്റോളം ഇത്തവണ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. 14 ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ്. അതിൽ ഇന്ത്യക്കാരുണ്ട്, അറൗണ്ട് 8-9 പേരുണ്ട്. തുനീഷ്യൻസ്, ഫ്രഞ്ച്, ജർമ്മൻ, UK, ഖത്തറീസ്, മെക്സിക്കൻ. പ്രദർശനത്തിന്റെ ഭാഗമായി സന്ദർശകർക്ക് മുമ്പാകെ ദിവസവും ലൈവ് ചിത്രരചനയും ഒരുക്കിയിരുന്നു. मैं एब्स्ट्रैक्ट में काम कर रही हूँ. इधर मेरा अभी लाइव शो है, लाइव शो कर रही हूँ. ചിത്രകാരന്മാരുടെ ദേശാന്തര വൈവിധ്യം പോലെ സന്ദർശകരായും പല രാജ്യക്കാരായ ആസ്വാദകരാണ് ഖത്തർ ഫൗണ്ടേഷനിലെത്തിയത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ഖത്തറിൽ ജോലി സംബന്ധമായ പ്രയാസങ്ങളിൽപ്പെട്ടവർക്ക് ദിവസവും സൗജന്യ ഭക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് ദോഹയിൽ ഗ്രീൻ ചില്ലി റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിക്കുന്നു. മലയാളി മാനേജ്മെന്റിന് കീഴിൽ നാളെ വൈകിട്ട് 4 മണിക്ക് മുൻതസിയിൽ ഹോട്ടൽ പ്രവർത്തനം ആരംഭിക്കും. ഖത്തറിലെ മുൻതസ മലയാളി സമാജത്തോട് ചേർന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന ഗ്രീൻ ചില്ലി റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് 4 മണിക്ക് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടി ഏറ്റെടുക്കുകയാണ് ഈ മലയാളി മാനേജ്മെന്റ്. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർക്കായി ദിവസവും 25 പേർക്കുള്ള 2 നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകാനാണ് ഇവരുടെ തീരുമാനം. ഇതിനായി സൗജന്യ കൂപ്പണുകൾ നൽകും. ഞങ്ങൾ സൗജന്യ ഭക്ഷണ കൂപ്പൺ KMCCയിലും അതേപോലെ കബായ സൂപ്പർ മാർക്കറ്റിലും ഞങ്ങൾ ഏൽപ്പിക്കുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ 25 പേർക്ക് സൗജന്യ ഭക്ഷണം പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പിന്നീട് ആവശ്യക്കാർക്കനുസരിച്ച് എണ്ണം കൂട്ടുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. തനത് കേരളീയ വിഭവങ്ങളും ഉത്തരേന്ത്യൻ വിഭവങ്ങളുമാണ് ഗ്രീൻ ചില്ലി റെസ്റ്റോറന്റിൽ വിളമ്പുന്നത്. ഇതുൾപ്പെടെ ഖത്തറിൽ ആവശ്യക്കാർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്ന 3 റെസ്റ്റോറന്റുകളുണ്ട്. മീഡിയ 1, ദോഹ. കേരളപ്പിറവി വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി അവതരിപ്പിക്കുന്ന സാഹിത്യോത്സവം മെയ് 4 മുതൽ 6 വരെ ദുബായ് ഗൾഫ് മോഡൽ സ്കൂളിൽ അരങ്ങേറും. എൻ്റെ കേരളം എൻ്റെ മലയാളം സ്മരണയുടെ 60 ആണ്ട് എന്ന പ്രമേയത്തിലാണ് പരിപാടി. UAE-യിലെ സാഹിത്യകാരന്മാർ, മാധ്യമപ്രവർത്തകർ, ഭാഷാ അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി ശില്പശാലകളും സംവാദങ്ങളും ഒരുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4 രാത്രി കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം നിർവഹിക്കും. അക്കാദമി സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ, KN കുഞ്ഞുമുഹമ്മദ്, പ്രൊഫസർ MM നാരായണൻ, നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ എന്നിവർ ശില്പശാലകൾക്ക് നേതൃത്വം നൽകും. 5 കുട്ടികൾക്കായി വിവിധ തുറകളിൽ രചനാ മത്സരങ്ങളും വായന, ആസ്വാദന ശില്പശാലകളും ഒരുക്കും. മാധ്യമരംഗത്തെ സമകാലിക പ്രവണതകൾ ചർച്ച ചെയ്യുന്ന ടോക്ക് ഷോയും ഇതിന്റെ ഭാഗമായി നടക്കും. വൈകിട്ട് പൊതുസമ്മേളനത്തെ തുടർന്ന് വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറും. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് നജീദ്, കൺവീനർ KL ഗോപി, മാധ്യമവിഭാഗം കൺവീനർ ദിലീപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മീഡിയ 1, ദുബൈ. ദുബായിൽ നിന്ന് മടങ്ങവേ വിമാന ജീവനക്കാരൻ ബാഹുബലി സിനിമയിലെ താരങ്ങളെ വംശീയമായി അധിക്ഷേപിച്ചതായി ആക്ഷേപം. ചിത്രത്തിന്റെ നിർമ്മാതാവ് ഷോബുവാണ് ട്വിറ്ററിലൂടെ പരാതി ഉന്നയിച്ചത്. ദുബായിൽ നിന്ന് ഹൈദരാബാദിലേക്ക് മടങ്ങവേ വിമാനത്താവളത്തിന്റെ B4 ഗേറ്റിൽ എമിറേറ്റ്സ് എയർലൈൻസ് ജീവനക്കാരൻ താരങ്ങളോട് മോശമായി പെരുമാറിയെന്നാണ് ട്വീറ്റ്. ജീവനക്കാരൻ വർണ്ണവെറിയനാണോ എന്ന സംശയവും അദ്ദേഹം പ്രകടിപ്പിച്ചു. പലതവണ എമിറേറ്റ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ആദ്യമായാണ് ഇത്തരമൊരു അനുഭവമെന്നും ട്വീറ്റിൽ പറയുന്നു. സംവിധായകൻ SS രാജമൗലി, താരങ്ങളായ പ്രഭാസ്, റാണ ദുഗ്പതി, അനുഷ്ക ഷെട്ടി എന്നിവരാണ് ദുബായിൽ സിനിമയുടെ പ്രചാരണത്തിനായി എത്തിയിരുന്നത്. ഖത്തർ നാട്ടിക മഹല്ല് കുടുംബസംഗമം ഊഷ്മളം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പത്മശ്രീ ഡോക്ടർ MA യൂസഫ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. KA ഖാലിദ് അധ്യക്ഷത വഹിച്ചു. മത, സാംസ്കാരിക, കായിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് CA മുഹമ്മദ് റഷീദിനെ ആദരിച്ചു. ഖത്തറിൽ 30 വർഷത്തിന് മുകളിൽ പ്രവാസ ജീവിതം പൂർത്തിയായ ഖാലിദ് കളത്തിപ്പറമ്പിൽ, KK ഹംസ, CA മുഹമ്മദ് നജീബ്, PK ഫാറൂഖ് ഹാജി, PK അബ്ദുൽ ഖാദർ, PA ഷംസുദ്ദീൻ, PK ഹുസൈൻ, PS അബ്ദുൽ സത്താർ, PK മുഹമ്മദ് അലി, പ്രവാസി കർഷക അവാർഡ് ജേതാവ് അമീർ കോയ, ബെസ്റ്റ് ഓർഗനൈസർ പുരസ്കാരം നേടിയ സത്താർ അഹമ്മദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഹ്രസ്വ സന്ദർശനത്തിന് സൗദിയിലെത്തിയ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം റിയാദിലെ ഇന്ത്യൻ എംബസി സന്ദർശിച്ചു. പ്രവാസി സാംസ്കാരിക വേദി പ്രവർത്തകരോടൊപ്പം എംബസിയിലെത്തിയ അദ്ദേഹം പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തി നാട്ടിൽ പോകുന്ന വിവിധ സംസ്ഥാനക്കാരുമായി ആശയവിനിമയം നടത്തി. പ്രവാസികൾ നേരിടുന്ന വിവിധ വിഷയങ്ങൾ ചോദിച്ചറിഞ്ഞു. സൗദി പാസ്പോർട്ട് വിഭാഗത്തിന് കീഴിലെ റിയാദിലെ ഡിപ്പോർട്ടേഷൻ സെന്ററിലും അദ്ദേഹം സന്ദർശനം നടത്തി. കേണൽ ഉസ്മാൻ അബ്ദുള്ള ഖുറൈഷിയുമായി സംസാരിച്ച അദ്ദേഹം അനധികൃത താമസക്കാർക്ക് നിരുപാധികം രാജ്യം വിടാൻ അവസരമൊരുക്കിയ സൗദി അധികൃതരെ അഭിനന്ദിച്ചു. സേവന രംഗത്തുള്ള സാമൂഹിക പ്രവർത്തകരുമായും ഹമീദ് വാണിയമ്പലം കൂടിക്കാഴ്ച നടത്തി. ദമാമിലെ അൽമുന ഇന്റർനാഷണൽ സ്കൂൾ 10ാം വാർഷികം ആഘോഷിച്ചു. കിഴക്കൻ പ്രവിശ്യ വിദേശ വിദ്യാഭ്യാസ ഡയറക്ടർ അവാദ് അൽ മാലിക്കി ഉദ്ഘാടനം ചെയ്തു.
ദശവാർഷികാഘോഷത്തിന്റെ ലോഗോ അദ്ദേഹം പ്രകാശനം ചെയ്തു. പാണക്കാട്ട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായിരുന്നു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വിദ്യാർത്ഥികളും അധ്യാപകരും ഇതര ജീവനക്കാരും ചേർന്ന് ഒരുക്കിയ സാങ്കല്പിക ചാനലിന്റെ രൂപത്തിലാണ് പരിപാടി അരങ്ങേറിയത്. വാർത്താ വായന, ആഘോഷ പരിപാടികളുടെ തത്സമയ സംപ്രേഷണം, റിയാലിറ്റി ഷോ തുടങ്ങിയ നിരവധി പരിപാടികൾ സദസ്സിന് പുത്തൻ അനുഭവമായി. ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലിൽ അറിവ് തേടിയെത്തുന്ന കുട്ടികൾക്ക് പാചകവും പഠിക്കാം. സ്വന്തമായി അലങ്കരിച്ച കേക്ക് കഴിക്കാനും മേളയിൽ അവസരമുണ്ട്. പാചകകലയുടെ ബാലപാഠങ്ങൾ പഠിക്കണോ? ചെറുപ്പത്തിലെ പാചകത്തിൽ താൽപ്പര്യമുള്ള കുട്ടികൾക്കായി വലിയ വേദിയാണ് ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലിൽ ഒരുക്കിയിരിക്കുന്നത്. കുക്കറി കോർണറിൽ കൺമുമ്പിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാൻ ലൈവ് കുക്കറി ഷോകളുണ്ട്. മൈ ലിറ്റിൽ കിച്ചണിലാണ് കുട്ടികൾക്ക് കേക്ക് അലങ്കരിക്കാൻ പരിശീലനം നൽകുന്നത്. ഷെഫ് ഇന്റർനാഷണൽ സെന്ററിലെ വിദഗ്ധരാണ് ഇതിന് നേതൃത്വം നൽകുക. We teach them how to make decoration for cakes, for cupcakes, what the benefit, what the not benefit, also how to do the cake better in the home, and biscuit and salad, some kinds of fruit, how to make the basket of fruit. കേക്കിനൊപ്പം പുതിയ അറിവിന്റെ മധുരമായാണ് കുട്ടികൾ പുറത്തിറങ്ങുന്നത്. അവർ നമുക്ക് കപ്പ് കേക്ക് തരും, എന്നിട്ട് വിപ്പിംഗ് ക്രീം ഇതൊക്കെ ചെയ്തിട്ട് മാഷ് മെലോസ് ഇട്ടിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം. പിന്നെ വേറൊരു ഫോണ്ടിന് തരും, അതിനകത്ത് എന്തോ ഷേപ്പ് അതുപോലത്തെ അങ്ങനത്തെ ഒരു ഷീപ്പ് ടൈപ്പ് കപ്പ് കേക്ക് ആക്കി. മേളയിലെ കുക്കറി കോർണർ ഓരോ ദിവസവും വ്യത്യസ്തമായ പരിപാടികൾ കൊണ്ടും വിഭവങ്ങൾ കൊണ്ടും സജീവമാണ്. ഷാർജ എക്സ്പോ സെന്ററിൽ നിന്നും ക്യാമറ പേഴ്സൺ ഫഹീം മൊഹമ്മലിക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1. ഖത്തറിലെ ക്രിക്കറ്റ് പ്രേമികൾക്കായി ദോഹ റോക്കേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ഫിലി മെഗാ ക്രിക്കറ്റ് ഇവന്റ് 2017 തുടക്കമായി. ഇന്നു മുതൽ ഏപ്രിൽ 28 വരെ ഓൾഡ് ഐഡിയൽ സ്കൂൾ ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ് നടക്കുകയെന്ന് സംഘാടകർ ദോഹയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്നും നാളെയും വൈകിട്ട് 6:30-നും 28-ന് വെള്ളിയാഴ്ച രാത്രിയും പകലുമായും മത്സരങ്ങൾ നടക്കും. 12 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റിൽ ജേതാക്കൾക്ക് ലഭിക്കുന്നത് 4 ലക്ഷം രൂപയും ട്രോഫിയുമായിരിക്കും. രണ്ടാം സ്ഥാനക്കാർക്ക് 2 ലക്ഷം രൂപയും ട്രോഫിയും സമാനമായി ലഭിക്കും. ഖത്തറിൽ നിന്ന് 6 ക്രിക്കറ്റർമാരെ ചടങ്ങിൽ ആദരിക്കുമെന്നും ദോഹ റോക്കേഴ്സ് ഭാരവാഹികൾ അറിയിച്ചു. മിഡിസ്റ്റവർ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം.